അപ്പോൾ ഇതാണ് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റോട്ടിലുള്ള മുട്ടിൽ എന്ന് പറഞ്ഞ അങ്ങാടി കേട്ടോ. ഇവിടെ നമ്മൾ മേപ്പാടി ഭാഗത്തേക്കാണ് പോകുന്നത്. മേപ്പാടി ഭാഗത്തേക്ക് പോകുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ മൂട്ടിൽ മേപ്പാടി റോഡിലാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ഉള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ കേട്ടോ. അപ്പം അങ്ങോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ഈ ടൗൺഷിപ്പിക്ക് ഉള്ളൂ. ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഇഷ്ടം പോലെ വീടുകളാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റോഡ് വീതി കൂട്ടി വരികയാണ്. ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ വയനാട് ലീഗിൻ്റെ ടൗൺഷിപ്പിലേക്ക് എത്തുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാടാട്ടോ. വയനാട് മുസ്ലിം ലീഗിൻ്റെ ടൗൺഷിപ്പിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായിട്ട് മുസ്ലിം ലീഗ് പണിയുന്ന വീടുകളുണ്ട്, അവിടെയാണുള്ളത് കേട്ടോ. അപ്പോൾ കുറേ നാൾ കഴിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന കാര്യം തന്നെയാണ് എന്തായി നമ്മളെ ലീഗിൻ്റെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യം എന്നുള്ളത്. വീടുകളുടെ പണിയൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 വീടുകളുടെ മെയിൻ വാർപ്പ് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞ വീടുകളുടെ ആദ്യഘട്ട പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മാതൃകാ വീടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അടുത്ത് വയനാട് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദിക്കും പിന്നെ അതുപോലെ തന്നെ വയനാട് യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് സമദ് കണ്ണിയനും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ അതിദാരുണമായ ദുരന്തം നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുകയും നാടിനെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു മഹാദുരന്തമായിരുന്നു. ആ ദുരന്തമുഖത്ത് പതറാതെ സമയോചിതമായി സമയബന്ധിതമായി ഉണർന്നെണീറ്റ് അതിശക്തമായ രക്ഷാപ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുല്യതയില്ലാത്ത നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ദുരന്തമുഖത്ത് ഓടിയെത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡും വിവിധ CH സെൻ്ററിൻ്റെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെയും ഒക്കെ ആംബുലൻസുകളും മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകന്മാരുമൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച തുല്യതയില്ലാത്ത പ്രവർത്തനം എല്ലാവരും പ്രശംസിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ആ ദുരന്തമുഖത്ത് ആ വലിയ ദുരന്തത്തെ അതിജയിച്ച് ജീവൻ ബാക്കി ആയ എല്ലാം സർവസ്വവും നഷ്ടപ്പെട്ട അവിടുത്തെ മനുഷ്യർക്ക് അവർക്ക് വീടില്ല, സമ്പാദ്യങ്ങളെല്ലാം സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയായിരുന്നു. ആ ബാധ്യത നിർവഹിക്കുന്നതിന് മുസ്ലിം ലീഗ് മുന്നോട്ട് വരികയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിനുവേണ്ടി പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ 40 കോടി രൂപയാണ് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. അതുമൂലം ആ ദുരിത മേഖലയിൽ എല്ലാം നഷ്ടപ്പെട്ട സർക്കാർ ലിസ്റ്റിലുള്ള 600-ലധികം വരുന്ന കുടുംബങ്ങളെ വിവിധ ഘട്ടങ്ങളിലായിട്ട് മുസ്ലിം ലീഗ് സഹായിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഓരോ കുടുംബത്തിനും 15,000 രൂപ വീതം 690 കുടുംബത്തിന് നൽകി. അതുപോലെ തന്നെ അവിടെ കച്ചവടക്കാരായിരിക്കുന്ന 58 കച്ചവടക്കാർക്ക്, സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് 50,000 രൂപ വീതം ഓരോ കച്ചവടക്കാർക്കും നൽകി. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷയും ജീപ്പും വാങ്ങിച്ചു കൊടുത്തു. അതോടൊപ്പം അവിടെ നിത്യരോഗികളായി മാറിയ പരിക്ക് പറ്റിയ ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ PTHൻ്റെ നേതൃത്വത്തിൽ അവരെ വീട്ടിൽ ചെന്ന് അവരെ കെയർ ചെയ്യുകയും അവർക്ക് മരുന്നും പിന്നെ അനുബന്ധ സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഈ തുകയിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ 25 ലക്ഷം രൂപ PTH പ്രവർത്തനത്തിന് മാറ്റിവെച്ചു. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെല്ലാം നഷ്ടപ്പെട്ട എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്. മുസ്ലിം ലീഗിൻ്റെ അവസാനത്തെ പുനരധിവാസ പദ്ധതിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചത്. 100 വീടായിരുന്നു. ആ 100 വീട് പ്രഖ്യാപിച്ചപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടും മുകളിലേക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ കഴിയുന്ന ബലത്തോടു കൂടിയാണ് അത് നിർമ്മിക്കുക എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ആ ഒരു പ്രഖ്യാപനം സർക്കാരിനെ പോലും ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കുവാനും അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുവാനും സഹായകമായി എന്നുള്ളതാണ്. കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിൽ
സർക്കാർ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് നൽകിയതെങ്കിൽ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ അവരും മുന്നോട്ട് വന്നത് മുസ്ലിം ലീഗിൻ്റെ ഈ പ്രഖ്യാപനമാണ്. ഏതായിരുന്നാലും മുസ്ലിം ലീഗ് അതിനാവശ്യമായി അവിടുത്തെ ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരം ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ 105 അപേക്ഷകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആ 105 പേരെയും ഞങ്ങൾ പരിഗണിച്ചു. അവർക്കാവശ്യമായ 12.5 ഏക്കർ ഭൂമി മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മുട്ടിൽ മേപ്പാടി പ്രധാന റോഡ് വെള്ളിത്തോട് എന്ന പ്രദേശത്ത് പ്രധാന റോഡിനോട് ഓരം ചേർന്ന് 12.5 ഏക്കർ ഭൂമി വാങ്ങിച്ച് അതിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. മഴ കാരണം അല്പം താമസിച്ചു. ഇന്ന് ഞങ്ങൾ ഈ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലൂർ സാഹിബും ഈ പദ്ധതി വിലയിരുത്തുന്നതിന് വേണ്ടി ഇവിടെ സ്ഥലം സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 50 വീട് ഈ ഫെബ്രുവരി 28 നൽകും എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ 50 വീട് ഫെബ്രുവരി 28 കൈമാറുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ അതിവേഗം അതിൻ്റെ എല്ലാവിധ നിർമ്മാണങ്ങളും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേരിയിലെ നിർമ്മാൺ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ റോഡും അനുബന്ധ സൗകര്യങ്ങളും പിന്നെ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ മലബാർ ടെക്കാണ്. അവരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ അതിൻ്റെ ജോലികളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന ഈ വീട് 1062 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ 3 ബെഡ്റൂമുണ്ട്. 1 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ്. അതേപോലെ കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, വിശാലമായ ഡൈനിങ് ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. 8 സെൻറ്റ് സ്ഥലവും 1062 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇപ്പോൾ ഓരോ ഗുണഭോക്താക്കൾക്കും നൽകാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധമായിട്ട് വിശാലമായ 7 മീറ്റർ വീതിയുള്ള മനോഹരമായ റോഡുണ്ട്. എല്ലാ ഭാഗത്തേക്കും റോഡ് കണക്ടിവിറ്റി ഉണ്ട്. 2 ഫ്ലോട്ടിലായിട്ട് ഒരു ഫ്ലോട്ടിൽ 82 വീടും മറ്റൊരു ഫ്ലോട്ടിൽ 23 വീടുമായിട്ടാണ് 105 വീട് നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കുടിവെള്ള പദ്ധതി, എല്ലാ വീടുകളിലേക്കും കുടിവെള്ള പദ്ധതിയും വൈദ്യുതിയും ഉണ്ട്. അതോടൊപ്പം കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ടാങ്കിൻ്റെ നിർമ്മാണം ഇത് ആരംഭിച്ചു കഴിയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അത്ര വലിയ മനോഹരമായ ഒരു സ്ഥലത്താണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായ പ്ലാനോട് കൂടിയിട്ടാണ് ഈ വീടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ലാത്ത മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന സുദിനമാണ് കടന്നു വരാൻ പോകുന്നത് എന്നാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരൊഴിവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാതൃകാ വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ പ്ലംബിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഒരു നില വീടാട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു നിലയും കൂടി നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഫൗണ്ടേഷനാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പം പ്ലംബിംഗ് വർക്കാണ്, ബാത്റൂമിനുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ വർക്കാണ് ഈ നടക്കുന്നത്. പിന്നെ കോമ്പൗണ്ട് വാളിന് വേണ്ടിയിട്ട് കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് കെട്ടി വരുന്നത്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പി കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ മതിൽ നിർമ്മിക്കുക. ഒരു മാതൃക വീട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ നമ്മൾ പലരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പോവുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളുണ്ട്. വർക്ക് നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കയറാൻ പോകട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ കാരണം ഇവിടെ ഫുള്ള് ടൈൽസ് ഇട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ആട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമുള്ള സീലിംഗ് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഹാളിലേക്ക് കയറി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഹാൾ തന്നെയാണ്. പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക് വർക്കും കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജനലിൻ്റെ ഗ്ലാസ്സുകൾ വരാനുള്ളതാണ്, ഗ്രില്ലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇത് ബാത്ത് അറ്റാച്ച്ഡ് കൂടി കേട്ടോ. ഫുള്ള് പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പ്ലംബിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. കണക്ഷൻ മാത്രം കൊടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം. പിന്നെ ഇവിടെ നമ്മൾ നേരെ കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ചുകൂട്ട് പോരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം ആട്ടോ. പക്ഷേ ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളിൽ തന്നെയുള്ളൊരു ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഫുൾ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞാണ്. അടുത്ത ബെഡ്റൂം ഇതാണ് കേട്ടോ.
അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. നോക്കി അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. ഇലക്ട്രിക് വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സിങ്കൊക്കെ വെക്കാനുണ്ട്. സിങ്ക് മിക്കവാറും ഇവിടേക്കും വരാം. ഇതാണ് കിച്ചൺ. അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി. ഇവിടുന്ന് കിച്ചൺ വന്നിട്ട് ഔട്ടിലൊരു കിച്ചൺ ഉണ്ട്, പുറത്തൊരു കിച്ചൺ ഉണ്ട്. കണ്ടോ നിങ്ങൾ? ഇവിടെയൊക്കെ ഫുള്ള് സ്റ്റീലിൻ്റെ വർക്കാണ്. പിന്നെ ഇവിടെയും കിച്ചണിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പലരും ചോദിച്ചൊരു കാര്യം ഇങ്ങനെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് വിട്ടിട്ടുണ്ട്. എവിടെയാണ് സ്പേസ്? അല്ല, ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവർക്ക് കോണി പണിയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ അങ്ങനെ കോണി പണി അവർക്ക് കണ്ടോ. ഇവിടെയൊക്കെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ പടവ് കഴിഞ്ഞു, പ്ലാസ്റ്ററിങ് ആണ് നടക്കുന്നത്. ഈ ഭാഗത്താണ് പ്ലാസ്റ്ററിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഉണ്ടോ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ സ്ട്രെസ്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആ ഭാഗത്തേക്കുള്ള റോഡ് വരാനുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണിയുന്ന വീടുകളുണ്ടല്ലോ, അത് ഒരേ മോഡലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വാസ്തു അനുസരിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കേണ്ടത്. അതുകൊണ്ടാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടുന്നാണ് എൻട്രൻസ്. ആ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ടാണ് വീട് പണിഞ്ഞിരിക്കുന്നതല്ലേ. അപ്പം ഈ സൈഡിലുള്ള വീടും അതുപോലെ തന്നെ ഈ സൈഡിലുള്ള വീടും കാണുന്ന സമയത്ത് ഒരേ മാതിരി തന്നെയാണ്. പക്ഷേ അതിനുള്ളിലുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും 3 ബെഡ്റൂം ഉണ്ട്. പക്ഷേ അതിലുള്ള ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ആ വ്യത്യാസം എന്നുള്ളത്. പിന്നെ ഇവിടെയാണ് റോഡ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് കോമ്പൗണ്ട് വാൾ ഉണ്ട്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾ ഒരേ മാതിരിയല്ല. ഇതൊക്കെ ഒരേ മാതിരി തന്നെയുള്ളത്. പക്ഷേ ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നാണ് കയറുമ്പം ഇത് സിറ്റ് ഔട്ട് ഒരേ മാതിരി, ഇത് ഹാള് ഒരേ മാതിരി. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഫ്രണ്ടിലാണ് വരുന്നത് കേട്ടോ. ഇതാണ് കിച്ചൺ. കണ്ടോ നിങ്ങൾ? കിച്ചൺ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ടൈൽസിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. പിന്നെ 3 ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബെഡ്റൂം ഇത് ബാത്ത് അറ്റാച്ച്ഡ്. ഇത് പൊതുവായിട്ടുള്ളൊരു ബാത്റൂം. ഇതൊരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം. സംഭവം മനസ്സിലായെങ്കിൽ ഇവിടെയൊക്കെ വയറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കിയുള്ള വർക്കാണ് നടക്കാനുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട് ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റുള്ള വീട് അതാട്ടോ. അതും ഇതേമാതിരി തന്നെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട്, പിന്നെ വലിയ ഹാള്. പക്ഷേ ഈ ഭാഗം കണ്ട നിങ്ങൾ, ഇത് ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് കേട്ടോ. അതിനോട് പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഇനി താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ സ്ലോപ്പ് ആക്കും. പിന്നെ ഇവിടെയൊക്കെ സൈഡ് കെട്ടിയിട്ടുണ്ട്. അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇത് സാധാ മാതിരി സിറ്റ് ഔട്ട്. ഇവിടെ മുകളിൽ ഓടി ഇരിക്കുന്ന വർക്ക് എടുക്കാം കേട്ടോ. സിറ്റ് ഔട്ട്, പിന്നെ ഹാള്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം, ഇത് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. നോക്കിയേ, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് കിച്ചണാണ് ഫ്രണ്ടിക്ക്. അപ്പോൾ ഇവിടെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇനി ഇവർക്ക് മുകൾ ഭാഗത്ത് സ്റ്റെയർ കേസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. പുറത്തുനിന്നും വെക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും അവർക്ക് ഇതിന് മുകൾ ഭാഗത്ത് സ്റ്റെയർ കേസ് വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് സീലിംഗ് ആണ്. ഇത് ഓട്, സ്ട്രെസ്, അതിൻ്റെ മുകളിൽ വേറെ ഓട്. എന്തായാലും ഇവിടെ നിൽക്കുന്ന സമയത്ത് ചൂടൊന്ന് കുറയും. ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെയാണ് നമ്മളെ മാതൃകാ വീടുള്ളത് കേട്ടോ. പിന്നെ എല്ലാ വീടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാൾ വരുന്നതാണ്. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സെപ്റ്റി ടാങ്ക്, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഒരു വീട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ. ഈ വീട്, ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളവിടെ താഴത്ത് ഫസ്റ്റ് ഒരു വീടുണ്ട്. ഈ വീട് കണ്ട നിങ്ങൾ, രണ്ടും കാണുമ്പം ഒരേ കളറാണ്. പക്ഷേ ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും കേട്ടോ. അതുവരെ സാമ്പിൾ അടിച്ച് നോക്കിയതാണ്. ഇനി ഇതിൽ ഏറ്റവും നല്ല കളർ ഏതാണെന്ന് നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതാണ് ഇപ്പോൾ നിലവിൽ പണി പൂർത്തിയായൊരു വീട്. ഇതിൻ്റെ ജനലിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഡോറിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉള്ളിലത്തെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രൻസ്. പിന്നെ ഇത് മതിലിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കേട്ടോ.
അപ്പോൾ റോഡുകൾ ഇങ്ങനെയാണ് പൂർണ്ണമായിട്ട്. കണ്ടോ, ഇവിടെയാണ് തറകളൊക്കെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ട കല്ലിൻ്റെ മുകളിൽ അതൊരു കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ പൂർണ്ണമായിട്ട്. ഇതിൻ്റെ മുകളിലാണ് അവർ കോൺക്രീറ്റിങ് ചെയ്യുക. വൈറ്റ് സിമെന്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്ലംബിംഗ് വർക്കാണ്, പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുണ്ടാവും. ഒന്ന് ഈ ഭാഗത്തേക്കുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കുണ്ട്. ഇവിടെ കരിങ്കലുകൊണ്ട് ഫൗണ്ടേഷൻ കെട്ടി കിടഞ്ഞ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് മതിലുകൾ വരിക. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു നല്ല അടിപൊളി സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പ്രത്യേക ഷേപ്പ് തന്നെയാണ്. കണ്ട ഡിൻഡൽ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ഇനി പടുവരാണ്. കണ്ട ഈ പ്ലോട്ട് കണ്ട നിങ്ങൾ, ഇത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന സ്ഥലം കേട്ടോ. അതിന് കെട്ടുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് അടിയിൽ നിന്ന് പില്ലർ കൊടുത്ത് പൊന്തിക്കുകയാണ്. എന്നിട്ട് സാധാരണ ഇതിൽ തന്നെ ഇങ്ങനെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് ബീം കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് പിന്നെ പടവ് വരിക കേട്ടോ. നിരപ്പായ സ്ഥലം ഉണ്ടല്ലോ, നിരപ്പായ സ്ഥലത്തിൽ പിന്നെ ഇതേമാതിരി അടിയിലേക്ക് പില്ലർ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഏകദേശം 1, 2, 3, 4 വീടുകളുടെ സൈറ്റാണ് കേട്ടോ. ഫുള്ള് നോക്കിയാൽ നിങ്ങൾ അടിയിൽ ഫൗണ്ടേഷൻ ഇട്ടുക്കണം. ഇനി ഇത് പില്ലർ മൊത്തം വാർക്കും. എന്നിട്ട് ഒരേ ലെവലിൽ വന്നിട്ട് പിന്നീട് ഫുള്ളായിട്ട് കണക്ട് ചെയ്യുന്ന ബീം ഉണ്ടാക്കും. അതിൻ്റെ മുകളിലാണ് പിന്നെ പടവ് ചെയ്യുക. പൂർണ്ണമായിട്ട് വെട്ടുകല്ലാട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ടൗൺഷിപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മൂട്ടിൽ മേപ്പാടി റോഡുണ്ട്. അതിൽ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ കൽപ്പറ്റ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരി റോഡ് കൂടെ വരിക. അപ്പോൾ കുറച്ചുകൂടെ വരുന്ന സമയത്താണ് മൂട്ടിൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ. ആ ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്തേക്കാണ് മേപ്പാടി റോഡ്. അതിൽ കൂടെ ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വയനാട് ലീഗിൻ്റെ ടൗൺഷിപ്പിലേക്ക് എത്തുന്നതാണ്. 12.5 ഏക്കറിലാണ് ടൗൺഷിപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 40 വീടുകളുടെ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 മാതൃകാ വീടുകൾ തയ്യാറാകുന്നുമുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ വീടുകളെല്ലാം ആദ്യ ലെയർ പെയിന്റിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന് 8 സെന്റ് സ്ഥലം. ആ 8 സെന്റ് സ്ഥലത്ത് 1062 സ്ക്വയർ ഫീറ്റിലാണ് വീട് തയ്യാറാകുന്നത്. 3 ബെഡ്റൂമും അതിലൊന്ന് ബാത്ത് അറ്റാച്ച്ഡുമാണ്. പിന്നെ ഹാള്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടും. 2026 ഫെബ്രുവരി 28 പണികൾ പൂർത്തിയാക്കി 50 വീടുകൾ കൈമാറാനിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വയനാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ കേട്ടോ. അതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി സ്ഥലം തന്നെയാണ്. മെയിൻ റോഡിൽ തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 വീടുകളുടെ പെയിൻറ്റിങ് ഇതൊന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല കേട്ടോ, പെയിൻറ്റിങ് കഴിയൊന്നും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റി കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കാണാത്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ.